ആ എന്തായാലും നമ്മൾ ഇരുന്നു. അപ്പം ഈ കുട്ടികളെ എടുക്കുന്ന താല്പര്യമാണ്. അങ്ങനെ അഞ്ജലി എടുത്തല്ലേ? അല്ല അത് അങ്ങനെയല്ല, ഞാൻ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ വളരെ വികൃതിയായിരുന്നു. അതായത് അഞ്ജലിയെ കാണാനും അഞ്ജലിയെ കാണിക്കാനും അവിടെ നിൽക്കാൻ വേണ്ടി ബേസിക്കലി അറിയാമെന്ന് എല്ലാ കാര്യങ്ങളും സിംബോളിക് മനസ്സിലായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നവരല്ലേ? അന്നേരം ആ കല്യാണ വീട്ടിൽ വേറൊരു കല്യാണ ആലോചന ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുഞ്ഞമ്മ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റ് ഒക്കെ ഉള്ള ചേട്ടനെ. അപ്പൊ വെറുതെ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ചേട്ടനാണെങ്കിൽ ഈ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു ഹൈറ്റിനോടാണ് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെറുതെ പറഞ്ഞതാണ് സാർ. അപ്പൊ അങ്ങനെ എന്തായാലും സംഭവിച്ചു. അപ്പൊ അതങ്ങനെ നിൽക്കട്ടെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഓണ്ടർപ്രണർ ആണ്. എനിക്കൊരു ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് കമ്പനിയുണ്ട്, ഓട്ടോ വീറ്റ് എന്ന പേര്. അപ്പൊ ഞങ്ങള് ഈ വീടിന്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസ്, പ്രത്യേകിച്ച് സ്പെഷ്യലി ക്ലീനിങ്, അവിടുത്തെ സോഫാസ്, കർട്ടൻസ്, ഇതിന്റെ ക്ലീനിങ്, പിന്നെ പെസ്റ്റ് കൺട്രോൾ ക്ലീനിങ് എന്ന് പറഞ്ഞ ഇപ്പൊ നടക്കുന്ന അതെ ഡീപ് ക്ലീനിങ് സർവീസസ്, പെസ്റ്റ് കൺട്രോൾ സർവീസസ്, എന്ത് പരിപാടിയും ഏറ്റെടുക്കും. കർട്ടൻ ക്ലീനിങ്, കാർപ്പറ്റ് ക്ലീനിങ് എല്ലാം. എത്ര നാളായി ഈ റെഡ് എഫ്എമ്മില്? 8 വർഷമായി സാർ. 8 വർഷം. ലോക്ക്ഡൌൺ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ ആരും തിരിച്ചറിയുമായിരുന്നില്ല. ലോക്ക്ഡൌൺ ടൈമിലാണ് എനിക്ക് മനസ്സിലായി എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ ഒരു വിനോദം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കാണും എന്നുള്ളൊരു ചിന്ത. എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ചെയ്താൽ എന്തായാലും എല്ലാവരും കാണും. അപ്പൊ ഒരു വീഡിയോ ഹിറ്റായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നെ കണ്ടു, നാളെ അവരെന്നെ കാണണം. അങ്ങനെ ചിന്തിച്ചിട്ട് നല്ല കണ്ടന്റ് എടുത്തെടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ കല്യാണം, അതോ കല്യാണം കഴിച്ചതിന് ശേഷമാണോ? ജോലി കിട്ടിയതിന് ശേഷമാണ് കല്യാണം. കല്യാണം ജോലി കിട്ടിയതിന് ശേഷമാണ്. ഞങ്ങൾ കണ്ടത് അഞ്ജലി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത്. അപ്പൊ ഈ RJ ഡ്യൂട്ടി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വിളിച്ച ഇങ്ങനെ നിങ്ങൾ തമ്മിൽ അല്ലേ സംസാരമൊക്കെ ഉണ്ട്? അപ്പൊ എന്തെങ്കിലും ഫൈനൽ ഇയർ ആയിരുന്ന സമയത്തെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജോലി കിട്ടിയതിനു ശേഷമാണ് കല്യാണം. അപ്പൊ ആ സമയത്ത് അന്ന് അഞ്ജലിയോട് സംസാരിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, എനിക്കൊരു RJ ആവണം എന്നാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചില്ലെന്നും ഇത്ര അംബീഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ വേറെ കണ്ടിട്ടില്ല. ചിലപ്പോ അധികം പെൺകുട്ടികളെ കാണാത്തോണ്ടായിരിക്കാം. അല്ല കേട്ടില്ല, ഒന്നുകൂടെ റിപ്പീറ്റ്. അധികം പെൺകുട്ടികളെ ചിലപ്പോ അധികം പെൺകുട്ടികളെ അങ്ങനെ കാണാത്തതുകൊണ്ടായിരിക്കാം. അത് ചുമ്മാതാണെന്ന് എനിക്ക് വളരെ അയാള് പറയാറുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ അത് എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്യിപ്പിച്ചൊരു ഫാക്ടറാണത്. കാരണം പൊതുവേ അങ്ങനെ പെൺകുട്ടികളെ അങ്ങനെ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും ഇങ്ങനെ പൊതുവെ ജോലി എന്നുള്ള ഇതൊരു പ്രത്യേകിച്ച് ഒരു വെറൈറ്റി സംഭവമല്ലേ. പിന്നെ എല്ലാവർക്കും വേണ്ടത് നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഞങ്ങൾ പറയുന്ന കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലേ നമുക്ക് എപ്പോഴും വേണ്ടത്. പിന്നെ മാത്രമല്ല ഒരു ചിരിച്ച മുഖം, അതെങ്ങനെയാണ് ഈ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? എങ്ങനെയാ ഈ ഒരു എപ്പോഴും ഹാപ്പി ആയിട്ട്? ഞാൻ ഇതിന്റെ അതർ സൈഡ് ഞാനാ കാണുന്നത്. അതായത് കാലത്തോട്ട് വൈകുന്നേരം വരെ റെഡ് എഫ്എമ്മിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അതർ സൈഡ് തിരിച്ച് മണ്ണ് കപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നേ ഫുഡൊക്കെ ഉണ്ടാക്കുമോ? അതോ ഫുഡ് ഉണ്ടാക്കും, കുക്ക് ചെയ്യും. കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എല്ലാം കറക്റ്റാ. വൈകുന്നേരം വരുമ്പോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അല്ല ഞാനല്ല കേട്ടോ, അഞ്ജലിയെ കുക്ക് ചെയ്യുന്നത്. അല്ല അവിടത്തെയും എന്ന് വെച്ചാൽ അവിടത്തെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഉണ്ട്. പക്ഷെ കുക്കിംഗ് എല്ലാം അഞ്ജലിയാ. വീട് മൊത്തം ക്ലീൻ ആയിട്ട് ക്ലീനിങ് മൊത്തം നമ്മുടെ ഒരു പൊതുവെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ, ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. ലോക്ക്ഡൌൺ ടൈം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് നമ്മൾ സർവേയും എല്ലാം വന്ന് മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത ഒരു സമയമാണ് എന്നുള്ളത്. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്നു, ഇപ്പോൾ 1 മില്യൺ ആൾക്കാരൊക്കെ കാണുന്നു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ 1 മില്യൺ കണ്ടു, നാളെയും അവരെന്നെ കാണും, മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ വീണ്ടും ഒരു കണ്ടന്റ് കണ്ടെത്തി ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും വീഡിയോ റെഡ് എഫ്എം പേജിൽ നോക്കുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഇപ്പൊ ക്രാഫ്റ്റ് വീഡിയോ, DIY പോലത്തെ വീഡിയോ, അതുപോലെ തന്നെ ഇപ്പം ചാരിറ്റി റിലേറ്റഡ് വീഡിയോസും ഇതിനിടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഒന്ന് റിലീസ് വന്ന സമയത്താണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അപ്പം എന്റെ മുഖം ഒരു പരിചയമുണ്ട്, റോങ് നമ്പർ ഹിറ്റായി. അപ്പൊ എല്ലാവർക്കും പേര് രജിസ്റ്റർ ആയി. അതായിരുന്നു സംഭവിച്ചത്. RJ അഞ്ജലി എന്നുള്ള ഒരു പേര് രജിസ്റ്റർ ആയി. ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്നും ഒരാളുടെ ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ ശബ്ദം ചെവിയിൽ രജിസ്റ്റർ ആവും. അതെനിക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പി വെക്കും, എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെക്കും, എന്നിട്ട് കറുത്ത മാസ്ക് ഇടും, എന്നിട്ട് സാധാരണ ഷർട്ടും ഇതെടുത്തിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ലിഫ്റ്റിലൊക്കെ കയറുമല്ലോ. ലിഫ്റ്റിൽ കയറുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല, മിണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ ഞാൻ പറയും 11 ആണ് കേട്ടോ, 11.
ഉടനെ അല്ലേ രഞ്ജീഷ് പറഞ്ഞേ ശബ്ദം വരും പറയും എന്ന് പറഞ്ഞ അഞ്ജലിക്ക് അനുഭവം ഉണ്ടോ? ഞങ്ങളുടെ ഇപ്പൊ ഫോണിൽ കൂടെ കേട്ടാൽ പോലും പറയും. അതായത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ അല്ലേ ഹിറ്റ് ആയിട്ടുള്ള. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്നെ വിളിക്കുമായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പം കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിക്കാൻ പറ്റാതെ ഒരു അരമണിക്കൂർ ഇരുന്ന് ആൾക്കാരെ വിളിച്ച് നോക്കിയാലും ചേച്ചി എനിക്ക് അറിയാം, ചേച്ചി പണി നിർത്താൻ ടൈമായി ചേച്ചി അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പം കുറെ കഷ്ടപ്പെട്ട് മാറ്റി പറയാത്ത ട്രൈ ചെയ്യും, എന്നാലും ഒരു പരിധി ഉണ്ടല്ലോ അതിനെല്ലാത്തിനും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലേ.